ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മലയ്ക്ക് പോയി വന്ന നന്ദിനിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്ദ്രജയും വേദയും. അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണല്ലോ പത്മ. അതുകൊണ്ട് തന്നെ ഇനി നന്ദിനിയോട് പ്രതികാരം ചെയ്യണം എന്നുള്ള വാശിയായിരിക്കുകയാണ് കേട്ടോ. കാരണം തന്നെ കൊണ്ട് കാല് കഴുകിപ്പിച്ചത് അത്രങ്ങ് സഹിച്ചിട്ടില്ല പത്മക്ക്, അതുപോലെ ഇന്ദ്രജ വേദക്ക് കേട്ടോ. അങ്ങനെ നന്ദിനി മലക്ക് പോയി വരികയാണ്. പിന്നീട് അവിടുന്ന് മലക്ക് പോയി വന്നതിന് ശേഷം സൂര്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, നന്ദിനി ഈ വീട്ടിൽ ആരും തന്നെ നിന്നോട് ഒരു പണി പറഞ്ഞാൽ നീ ചെയ്യരുത്. നീ ഈ വീട്ടിലെ വേലക്കാരിയല്ല, അത് നീ മനസ്സിലാക്കണം. എൻ്റെ ഭാര്യയാണ്, അത് നീ മനസ്സിലാക്കുക. ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കണം. അത് അതിൻ്റേതായ നിലയും വിലയോട് കൂടി നിന്നാൽ മാത്രമാണ് നിനക്ക് ഈ വീട്ടിലൊരു നില കിട്ടുള്ളൂ. അല്ലാതെ നീ നിന്നിഷ്ടത്തിൽ അവർക്ക് ഓരോ സേവ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചടി നിനക്ക് നൽകും. അത് നീ മനസ്സിലാക്കുക. നിന്റെ വില നീ തന്നെയാണ് ഉറപ്പിക്കേണ്ടത് എന്നൊക്കെ നന്ദിനിക്ക് പറഞ്ഞു കൊടുക്കുമെങ്കിലും കൂടി നന്ദിനി ആ പഴയ വാഴ് തന്നെയാണ് കേട്ടോ. എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ആ ഒരു മനോഗതിയായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് തവണയൊക്കെ സൂര്യ ഈ ഒരു പണി ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നീ ഇനി ഇവിടെ പണി ചെയ്യാൻ പാടില്ല, ഇവിടുത്തെ പണികളെല്ലാം രാജു നീ ചെയ്യണം, രാജുവേട്ടനായിരിക്കണം ചെയ്യേണ്ടത്, നന്ദിനിയെ കൊണ്ട് ഒരു ക്ലാസ് പോലും എടുപ്പിക്കരുത് എന്നുള്ള ആ ഒരു നിലപാടും അതുപോലെ തന്നെ ആ ഒരു വഴക്കം കിട്ടുന്നത് കൊണ്ട് തന്നെ നന്ദിനി കുറച്ച് പേടിയാവാണ്. പിന്നീട് ആർക്കും ഒരു പണി ചെയ്ത് കൊടുക്കാത്തൊരവസ്ഥയിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ ആണെങ്കിലോ കമ്പനിയിലോട്ട് പോയിരിക്കുന്ന ഒരു സമയത്ത് ഇവരാണെങ്കിലോ ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇന്ദ്രജയും വേദയും വിജയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജയുടെ കാല് ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂർ ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനമാണ്. അപ്പോൾ വേദ പറയണം നമുക്ക് പോവാം. അങ്ങനെ ഉടൻ തന്നെ ഇന്ദ്രജ പറയണം എൻ്റെ കാല് എന്തിനാ ഞാൻ അവിടെ കൊണ്ട് കഴുകിപ്പിക്കുന്നത്, ഞാൻ അവളുടെ കാല് കഴുകിച്ചതല്ല, അപ്പോൾ അവളെ കൊണ്ട് എനിക്ക് എൻ്റെ കാല് ഇവിടെ ഇട്ട് കഴുകിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടോ. അപ്പോൾ വേദ പറയണേ അതൊന്നും നടക്കില്ല. അപ്പോൾ വിജയ് പറയണേ എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുന്ന, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പണം മുടക്കിയിട്ടാണെങ്കിൽ നീ കഴുകിച്ചോ, നീ അവളുടെ കാല് കഴുകില്ല എന്ന് പറയാം. അവൾ നിൻ്റെ കാല് കഴുകില്ല, അതിന് സൂര്യ അനുവദിക്കില്ല. നീ ചെറുത് കൊടുത്താൽ വലുത് നിനക്ക് സൂര്യ തരുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ എന്നെ അവൾക്ക് തടയാൻ ഒരിക്കലും കഴിയില്ല. അവൾക്ക് ഞാൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുക്കും. ഇന്ന് അവൾക്ക് തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ പിന്നെ ഞാനല്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ. എന്തോ കിട്ടാനിരിക്കുന്നത് കിട്ടുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയണേ ഈ അളിയനല്ലേ അല്ലെങ്കിലും ഈ വിജയ് ഏട്ടനും അല്ലെങ്കിൽ എന്തിനും പേടിയാണ്, ഒന്നും മിണ്ടാതെ നിൽക്ക്, അവൾക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണമെന്ന് പറയണേ കേട്ടോ. അങ്ങനെ ഇവർ തീരുമാനം എടുക്കുകയാണ് നന്ദിനിയെ കൊണ്ട് തൻ്റെ കാല് കഴുകിക്കാന്നുള്ള. ആ സമയമാണ് നന്ദിനി കൂടെയൊക്കെ കയറി വരുന്നത് കേട്ടോ. നന്ദിനി ഇവർ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ നന്ദിനി എന്ന് പറഞ്ഞിട്ട് വേദ വിളിക്കുകയാണ്. അപ്പോൾ എന്താ, അപ്പോൾ ഇന്ദ്രജ പറയാൻ നീ ഒന്ന് ഇങ്ങ് വന്നേ. എന്തേ, അതെ നീ ഒരു ഉപകാരം ചെയ്യുമോ, എന്താ ചെയ്യേണ്ടത്, അതെ നീ എൻ്റെ കാലൊന്ന് പെഡിക്യൂർ ചെയ്യുമോ, എന്താണ് അത് സംഭവം എന്ന് നന്ദിനി ചോദിക്കുകയാണ്. അതെ എൻ്റെ കാല് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കാല് വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കാല് നല്ല വൃത്തിയാക്കുന്ന ഒരു തരം ഇതുണ്ട്, കാലിലൊക്കെ നല്ല അഴുക്കുണ്ട് എൻ്റെ കാലിൽ നഖത്തിനിടയിലും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നിനക്കറിയോ. ഓ ഞങ്ങൾ നാട്ടുമ്പുറത്ത് ഞങ്ങളെല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി വേദ പറയണേ അന്ന് ഞാൻ ആ നാട്ടുമ്പുറത്ത് വന്നപ്പോൾ നീ എനിക്ക് ചെയ്തതായി എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയണേ. ഓ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയണേ. ഇതേ സമയം ഇന്ദ്രജ പറയണേ എന്നാൽ അതിപ്പോൾ എനിക്ക് ചെയ്തു തരണം എന്ന് പറയണേ. അത് പിന്നെ മാഡം അത് പിന്നെ മാഡം എന്താ നീ പറയുന്നത്, അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല, സൂര്യ സാർ കണ്ടാൽ എന്ന് പറയണ്ടോ. അപ്പോൾ വിജയ് പറയണ ഇപ്പം എന്തായി എന്നിങ്ങനെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് മിണ്ടായിരിക്ക് വിജയേട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നന്ദിനിയോട് പറയണേ നീ ഞങ്ങൾ പറഞ്ഞ ഒരു പണിയും ചെയ്യില്ലേ, സൂര്യ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, നിനക്ക് എന്താ പണി ചെയ്താൽ കുഴപ്പം എന്ന് പറയുമ്പോൾ ശരി മാഡം ഞാൻ ചെയ്തു തരാമെന്ന് പറയണേ. എന്നാൽ നീ വെള്ളം എടുത്ത് കൊണ്ടുപോവാ, അതിലോട്ട് റോസ് വാട്ടർ ഒഴിക്ക്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയട്ടോ. ഇതാ അതിൻ്റെ ബ്രഷ്, ഇതാ അതിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളായിട്ട് കൊടുക്കണം കേട്ടോ. ഇതേ സമയം നന്ദിനി പാത്രത്തിൽ വെള്ളം കൊണ്ടുവരികയാണ്, അതിൽ റോസ് വാട്ടർ ഒഴിക്കുന്നു. പിന്നീട് ഇന്ദ്രജ കാല് അതിലോട്ട് വെക്കാൻ ഇന്ദ്രജയുടെ കാല് വെക്കുക എന്ന് പറയണേ. അങ്ങനെ ഇന്ദ്രജയുടെ കാല് നന്ദിനി തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയം നീ തറയിലിരിക്കുക എന്ന് പറയണേ. അങ്ങനെ തറയിലിരിക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രജയുടെ കാല് നന്ദിനിയുടെ മടിയിലോട്ട് അങ്ങ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് ആണെങ്കിൽ അതൊരു മടിയായിട്ട് തോന്നുന്നില്ല, അത് ഒരു ഇതായി തോന്നുന്നില്ല. അങ്ങനെ ഈ സമയം ബ്രഷൊക്കെ എടുത്ത് നന്ദിനി നഖത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി തുടങ്ങണം കേട്ടോ.
അപ്പോൾ ഉടൻ തന്നെ വിജയ് ഇങ്ങനെ സ്വകാര്യം പറയാം, എൻ്റെ ഇന്ദ്രജനി ആൾ കൊള്ളാലോ, എന്തൊരു കഴിവാണ് നിന്നിൽ, നിനക്ക് എത്ര പെട്ടെന്ന് അതൊക്കെ ചെയ്യാൻ കഴിയുന്നത്, നീ അവളെ കൊണ്ട് ചെയ്തു, നീ ഇത്ര പെട്ടെന്ന് അവളെ കൊണ്ട് തിരിച്ചടി കൊടുപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്ന് പറയണേ. അപ്പോൾ വേദ പറയണേ, എൻ്റെ ചേച്ചിയുടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെയ്യാനോ, ഒന്ന് സ്പീഡായിക്കോട്ടെ. അപ്പോൾ ഇന്ദ്രജി പറയണേ, സ്പീഡായിട്ട് വൃത്തിയില്ലാതെ ആവരുത്, എൻ്റെ കാല് വേദനിക്കാനും പാടില്ല, അതിൻ്റേതായ ആയിക്കോട്ടെ മാഡം എന്ന് പറഞ്ഞ് നന്ദിനി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തിലൊക്കെ സൂര്യ അവിടെ വരുന്നുണ്ടോ എന്നൊക്കെ നന്ദിനി നോക്കും. പിന്നീട് നന്ദിനിക്ക് ആ പണി ചെയ്യാൻ ഒട്ടും മടിയില്ലാത്തത് കൊണ്ട് തന്നെ നന്ദിനി ഇതിങ്ങനെ കാലം ഒരതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയം കാണാൻ സൂര്യ അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ സൂര്യ ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. സൂര്യ ആ സ്റ്റെപ്പ് അങ്ങ് കയറി വരുമ്പോൾ വിജയ്, അയ്യോ അളിയൻ വന്നല്ലോ ഈശ്വര, എനിക്കും കൂടി ഇട്ട് പണിയല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സൂര്യ ഇവരെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ കൺമുന്നിൽ നന്ദിനി തറയിൽ ഇങ്ങനെ ഇന്ദ്രജയുടെ കാല് നന്ദിനിയുടെ മടിയിൽ വെച്ചിരിക്കുന്ന സൂര്യ കാണുന്നത്. ഇത് കാണുന്ന സൂര്യക്ക് ഭയങ്കര ഷോക്കാവണം. നന്ദിനിയാണെങ്കിൽ സൂര്യയെ കണ്ടിട്ട് തൻ്റെ ചാവിയുടെ കീ, വണ്ടിയുടെ കീ ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് കാണുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യ പെട്ടെന്ന് നന്ദിനി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനി പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ആ സാധനം താഴോട്ട് ഇടുകയാണ് കേട്ടോ. നന്ദിനിക്ക് പേടിയാവും, ഈശ്വര ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് നന്ദിനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ സമയം സൂര്യ, നന്ദിനി നീ എന്തായി ചെയ്യുന്നത്? അത് പിന്നെ മാഡത്തിന് കാല് കഴുകണം എന്ന് പറഞ്ഞാൽ നീ കഴുകി കൊടുക്കുമോ, നാളെ മാഡത്തിന് കുളിക്കണം എന്ന് പറഞ്ഞാൽ നീ കുളിപ്പിച്ച് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയാണ്, അത് പിന്നെ അപ്പോഴേക്കും ഇന്ദ്രജ പറയാണ്, അത് എന്താ എൻ്റെ കാല് കഴുകിയത് കൊണ്ട് കുഴപ്പം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം അളിയ എന്താ ഇവിടെ ചെയ്യുന്ന, അളിയ ഇത് കണ്ട് രസിക്കുകയാണല്ലേ. അയ്യോ അങ്ങനെയല്ല, വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയി പണം കൊടുക്കേണ്ടല്ലോ. അപ്പോൾ ഇന്ദ്രജ പറഞ്ഞു നമുക്ക് സഹകരിക്കാമെന്ന്. ബ്യൂട്ടി പാർലറിൽ പോയി പണം കൊടുത്ത് വെറുതെ പണമൊക്കെ ഇങ്ങനെ കളയുന്നത് എന്തിനാ, അതുകൊണ്ട് സഹകരണമാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം നന്ദിനിക്ക് ചെയ്തു കൊടുത്താൽ, നന്ദിനിക്ക് ഇന്ദ്രജ പണ്ട് കാല് കഴുകി കൊടുത്തിരുന്നല്ലോ. നന്ദിനിക്ക് ഇന്ദ്രജ പണ്ട് കാല് കഴുകിയെന്നോ? ഓ അന്ന് സ്വാമിയായിരിക്കും പോലെ. ഓ അതെ അതെന്നെ സഹകരണം, സഹകരണമാണല്ലേ, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പം നന്ദിനി നീ ചെയ്തു കൊടുത്തോ എന്ന് പറയണേ. അങ്ങനെ ഇന്ദ്രജ, അപ്പോൾ എന്താ ഇവന് പറ്റിയത്? അപ്പോൾ ഉടൻ തന്നെ വിജയ്, അളിയ പണി എന്തോ വെച്ചിട്ടുണ്ട് ഉറപ്പാണ്. അങ്ങനെ ഈ സമയം ഇന്ദ്രജ അവിടെ ഇരിക്കുകയാണ്, നന്ദിനി ഇത് ഫുള്ളായി ചെയ്യാണ്. അങ്ങനെ ഇന്ദ്രജ അത് കഴിഞ്ഞു കേട്ടോ എന്ന് ഇന്ദ്രജയോട് പറയുമ്പോൾ സൂര്യ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. സൂര്യ ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇന്ദ്രജ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുമ്പോഴേക്കും, അതെ എങ്ങോട്ടാ പോകുന്നത്, അവിടെ ഇരിക്കുമെന്ന് പറയണേ. ഇതേ സമയം എന്താടാ നിനക്ക് വേണ്ടത്? അതെ സഹകരണം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയില്ലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരണം, ബ്യൂട്ടി പാർലറിൽ പോകണ്ട എന്ന് പറയുമ്പോൾ നിൻ്റെ കാല് നന്ദിനി കഴുകിയെങ്കിൽ നന്ദിനിയുടെ കാല് നീ കഴുകി. നന്ദിനിയുടെ കാല് ഞാൻ കഴുകിയ, ഒരു വേലക്കാരിയുടെ കാല് ഞാൻ കഴുകിയ, എന്താ കഴുകിയാൽ കുഴപ്പം, നിനക്ക് കഴുകാൻ പറ്റില്ലേ? അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ വേദ പറയണേ, ഏട്ടൻ എന്താ ഈ പറയുന്നത്? എന്താ ഏട്ടൻ, നിങ്ങൾക്ക് ഇവള് വേലക്കാരിയായിരിക്കും, പക്ഷെ ഇവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ നിങ്ങൾക്ക് ചെയ്തു തന്നുവെങ്കിൽ എൻ്റെ ഭാര്യയുടെ കാല് നിങ്ങൾ ഇതേപോലെ ചെയ്തു കൊടുക്കണം. ഈ പാവത്തിനെ കൊണ്ട് നിങ്ങൾ പലതും ചെയ്യിപ്പിച്ചിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഇവളൊരു എല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കും, പക്ഷെ ഇവൾ എൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലമേ ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവളെ ജീവിക്കണം, അതുകൊണ്ട് മര്യാദയ്ക്ക് കാല് കഴുകുക. അപ്പോൾ നന്ദിനി പറയാണ്, സൂര്യ സാർ വെറുതെ ഒരു വഴക്കുണ്ടാക്കണം, ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി, നിന്നോട് വായിൽ തോന്നിയത് ഓരോന്ന് കാട്ടിക്കൂട്ടാനും വായിൽ തോന്നിയത് ഒരു വിളിച്ചു പറയാനും എപ്പോഴും നിനക്ക് അനുവാദം തരില്ല, അതുകൊണ്ട് മിണ്ടരുതെന്ന് പറയുമ്പോൾ നന്ദിനി ആകെ പേടിച്ചു പോവാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയാണ്, നീ അവിടെ ഇരിക്ക്, നീ ഇവളിരുന്ന പോലെ സോഫയിൽ കയറി ഇരിക്കടി ഇവിടെ എന്ന് ഇന്ദ്രജയോട് പറയണം. ഇന്ദ്രജ പെട്ടെന്ന് അങ്ങ് ചാടിയിരിക്കണം, ഇനി തുടങ്ങിക്കോ, അതല്ലെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലും ഒന്നും നടക്കുമെന്ന് പറയണം. ആ സമയം വിജയ് പറഞ്ഞ വാക്കാണല്ലോ പെട്ടത്. അയ്യോ എൻ്റെ കാര്യം ഇന്ന് ഇന്ദ്രജയുടെ അടുത്ത് നിന്നും എനിക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ വേദ പറയുന്നുണ്ട്, വിജയേട്ടനല്ലേ അങ്ങനെ ഒരു സഹകരണത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ചേച്ചിയെ കൊണ്ട് കണ്ടില്ലേ, അയ്യോ ചേച്ചി ചെയ്തു കൊടുക്കണം, ഇരിക്കടി അവിടെ എന്ന് വേദയോടും പറയണം. അങ്ങനെ ഈ സമയം ഇന്ദ്രജ നന്ദിനിയുടെ കാല് ഇന്ദ്രജ എങ്ങനെ വെപ്പിച്ചോ അതുപോലെയൊക്കെ സൂര്യ വെപ്പിക്കാൻ, അതായത് മടിയിലോട്ട് നന്ദിനിയുടെ കാല വെള്ളത്തിൽ മുക്കി മടിയിലോട്ട് നന്ദിനിയുടെ കാല് വെച്ചിട്ട് ഇന്ദ്രജക്ക് നന്ദിനിയുടെ നഖത്തിൻ്റെ സൈഡും അതുപോലെ കാൽപ്പത്തിയും മൊത്തത്തിൽ ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ ഇന്ദ്രജ ഇങ്ങനെ
പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കാണുന്ന നന്ദിനി സൂര്യ സാർ മിണ്ടരുത് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ സൂര്യ പറയാണ്, ഇനി ഇന്ന് മുതൽ നിങ്ങളിതോ ആലോചിച്ചോ, എൻ്റെ നന്ദിനിയെ കൊണ്ട് നിങ്ങൾ എന്ത് പണി ചെയ്യിപ്പിച്ചോ അതേ പണി നിങ്ങൾക്കും അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന് ഓർത്ത് ചെയ്യുന്നതൊന്ന് നന്നായിരിക്കുമെന്ന് പറയണട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജയുടെ മനസ്സിൽ അപ്പോൾ ഒന്നും തോന്നില്ല. ഇന്ദ്രജ പൊട്ടിക്കരഞ്ഞും കൊണ്ട് കാലൊക്കെ കഴുകിയതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.